നമസ്കാരം വിദ്യാർത്ഥികളെ. ഈ ടോപ്പിക്കിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ഓക്സി അസറ്റലിൻ വെൽഡിംഗ് പ്രോസസ് ഉപയോഗിച്ച് ഫ്ലാറ്റ് പൊസിഷനിൽ ഒരു MS പ്ലേറ്റിൽ സ്ട്രെയിറ്റ് ലൈൻ ബീഡ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. ലക്ഷ്യങ്ങൾ. ഈ മൊഡ്യൂളിന്റെ അവസാനം നിങ്ങൾ ഇനി പറയുന്നത് ചെയ്യാൻ പഠിക്കും. 150 mm നീളവും 100 mm വീതിയും 3 mm കനവും അനുസരിച്ച് MS പ്ലേറ്റ് മുറിക്കുക. ഓക്സി അസറ്റലൈൻ വെൽഡിംഗ് പ്രക്രിയയ്ക്കായി ഫില്ലർ റോഡ് തിരഞ്ഞെടുക്കുക. സ്പെസിഫിക്കേഷൻ അനുസരിച്ച് 2 വാതകങ്ങളുടെയും പ്രഷർ സജ്ജമാക്കുക. എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടോ എന്നറിയാൻ വെൽഡ് സർഫസ് വൃത്തിയാക്കി പരിശോധിക്കുക. ഇനി നമുക്ക് OAW പ്രോസസ്സിന് ആവശ്യമായ ടൂളുകളും എക്യുപ്മെന്റുകളും നോക്കാം. ഈൽ റൂളർ, സെന്റർ പഞ്ച് അല്ലെങ്കിൽ ഡോട്ട് പഞ്ച്, ബോൾ പീൻ ഹാമർ, ആംഗിൾ ഗ്രൈൻഡർ, ഹാഫ് റൗണ്ട് ഫയൽ, ബെഞ്ച് വൈസ്, ട്രൈ സ്ക്വയർ, ചിപ്പിംഗ് ഹാമർ, സ്റ്റീൽ വയർ ബ്രഷ്, സുരക്ഷാ വസ്ത്രങ്ങൾ, കയ്യുറകൾ, PPE കിറ്റ്, നോസിൽ നമ്പർ 5, CCMS ഫില്ലർ റോഡ് 3 mm, OAW സെറ്റപ്പ്, സിലിണ്ടർ കീ, ടിപ്പ് ക്ലീനർ, സ്പാർക്ക് ലൈറ്റർ, ഗ്യാസ് വെൽഡിംഗ് ഗോഗിൾസ്. OAW പ്രോസസ് ഉപയോഗിച്ച് ഫ്ലാറ്റ് പൊസിഷനിൽ ഒരു MS ഷീറ്റിൽ സ്ട്രെയിറ്റ് ലൈൻ ബീഡ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു MS പ്ലേറ്റ് എടുത്ത് മാർക്കിംഗ് മീഡിയ പ്രയോഗിക്കുക. സൈസ് 150 mm നീളവും 100 mm വീതിയും 3 mm കനവും എന്ന് അടയാളപ്പെടുത്തുക. 150 mm നീളവും 100 mm വീതിയും 3 mm കനവും അനുസരിച്ച് MS പ്ലേറ്റ് മുറിക്കുക. MS ഷീറ്റ് ടേബിളിൽ വയ്ക്കുക. റൂളർ ഉപയോഗിച്ച് സ്ട്രെയിറ്റ് ആയി സ്ക്രൈബ് ചെയ്യുക. സ്ട്രെയിറ്റ് ലൈനുകൾക്ക് മുകളിൽ ഡോട്ട് പഞ്ച് ഉപയോഗിച്ച് അടയാളപ്പെടുത്തുക. എണ്ണ അല്ലെങ്കിൽ തുരുമ്പ് കളയാൻ ഷീറ്റിന്റെ സർഫസ് വൃത്തിയാക്കുക. നമ്പർ 5 സൈസ് നോസിൽ തിരഞ്ഞെടുത്ത് ബ്ലോ പൈപ്പിൽ ഉറപ്പിക്കുക. 3 mm ഡയ CCMS റോഡ് തിരഞ്ഞെടുക്കുക. ഓക്സിജനും അസറ്റിലിൻ വാതകങ്ങൾക്കും 0.15 kg/cm² മർദ്ദം സെറ്റ് ചെയ്യുക. ബ്ലോ പൈപ്പ് കത്തിച്ച് ന്യൂട്രൽ ഫ്ലെയിം സജ്ജമാക്കുക. ഫ്ലാറ്റ് പൊസിഷനിൽ വെൽഡ് ഡെപ്പോസിറ്റ് ചെയ്യുക. ലെഫ്റ്റ് വാർഡ് ടെക്നിക് ഉപയോഗിച്ച് സ്ട്രെയിറ്റ് ലൈൻ ബീഡുകൾ ഡെപ്പോസിറ്റ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് OAW പ്രോസസ് ഉപയോഗിച്ച് ഒരു MS പ്ലേറ്റിൽ ഫ്ലാറ്റ് പൊസിഷനിൽ സ്ട്രെയിറ്റ് ലൈൻ ബീഡുകൾ നിക്ഷേപിക്കുന്നതിനുള്ള വെൽഡിംഗ് പ്രക്രിയ നോക്കാം. പഞ്ചഡ് ലൈനിന്റെ വലത്തു ഭാഗത്തു നിന്ന് ആരംഭിച്ച് ലൈനിനൊപ്പം ഇടത്തു ഭാഗത്തേക്ക് വെൽഡ് ബീഡ് ഡെപ്പോസിറ്റ് ചെയ്യുക. ബ്ലോ പൈപ്പ് 75 ഡിഗ്രിയിലും ഫില്ലർ റോഡ് 30 മുതൽ 40 ഡിഗ്രിയിലും വെൽഡ് ലൈനിലേക്ക് പിടിക്കുക. ബ്ലോ പൈപ്പ് നോസിലിനും ഫില്ലർ റോഡിനും ഷീറ്റ് സർഫസിനിടയിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കണം. ബേസ് മെറ്റലിന്റെയും ഫില്ലർ റോഡിന്റെയും മിനിമം മെൽറ്റിംഗ് ഉണ്ടെന്ന് ഉറപ്പാക്കുക. ബ്ലോ പൈപ്പിനും ഫില്ലർ റോഡിനും ശരിയായ ആംഗിൾ നിലനിർത്തുക. ബ്ലോ പൈപ്പും ഫില്ലർ റോഡും സൈഡ് ടു സൈഡ് ചലനങ്ങളില്ലാതെ നീക്കുക. ലെഫ്റ്റ് വാർഡ് ഡയറക്ഷനിൽ ഒരു യൂണിഫോം സ്പീഡിൽ മാർക്ക് ചെയ്ത ലൈനിനൊപ്പം നീങ്ങുക. ബാക്ക് ഫയർ ഒഴിവാക്കാൻ ജ്വാലയുടെ ഇന്നർ കോൺ മോൾട്ടൺ മെറ്റലുമായി കോണ്ടാക്ട് വരാൻ അനുവദിക്കരുത്. ലൈനിന്റെ മുകളറ്റം വരെ വെൽഡ് ബീഡ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് പൂർത്തിയാക്കി ക്രാറ്റർ നിറയ്ക്കുന്നത് ഉറപ്പാക്കുക. ബ്ലോ പൈപ്പിന്റെയും ഫില്ലർ റോഡിന്റെയും ശരിയായ കൈകാര്യം ചെയ്യൽ വഴി അണ്ടർകട്ട് ഡിഫക്ട്സുകൾ ഒഴിവാക്കുന്നു എന്ന് ഉറപ്പാക്കണം. എന്തെങ്കിലും സർഫസ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഡിഫക്ട്സുകൾ അറിയാൻ ബീഡ് നന്നായി നോക്കി വൃത്തിയാക്കി പരിശോധിക്കുക.
ഈ ടോപ്പിക്കിൽ നിന്നും നമ്മൾ എന്താണ് പഠിച്ചതെന്ന് പെട്ടെന്ന് റീക്യാപ്പ് ചെയ്യാം. 150 mm നീളവും 100 mm വീതിയും 3 mm കനവുമുള്ള മൈൽഡ് സ്റ്റീൽ പ്ലേറ്റ്സ് മുറിക്കുക. ഓക്സി അസറ്റലിൻ വെൽഡിംഗ് പ്രോസസ്സിന് വേണ്ടി ഫില്ലർ റോഡ് തിരഞ്ഞെടുക്കുക. സ്പെസിഫിക്കേഷൻ അനുസരിച്ച് 2 വാതകങ്ങളുടെയും പ്രഷർ സജ്ജമാക്കുക. എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടോ എന്നറിയാൻ വെൽഡ് സർഫേസ് വൃത്തിയാക്കി പരിശോധിക്കുക. താങ്ക് യു സ്റ്റുഡൻസ്. നമുക്ക് അടുത്ത സെഷനിൽ കാണാം.